ഹലോ ആൻഡ് ഹായ് വ്യൂവേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ ഇന്നലെ ചെയ്ത ഒരു മട്ടൺ കറി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഇഞ്ചിയും വെളുത്തുള്ളിയും അത് ഞാനൊരു ചെറിയ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അതിൽ നിന്ന് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇറച്ചിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ഞാനൊരു 3 മീഡിയം സൈസ് സവാളേനെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ കുക്കർ വെച്ചിട്ട് അതിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് 3 ക്ലോവ്സ് ഇട്ടിട്ടുണ്ട്, 1 കഷ്ണം പട്ട, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും. പിന്നെ ഈ സവാളേനെ നന്നായിട്ടിട്ട് വഴറ്റി എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഞാൻ 1 ടൊമാറ്റോനെ അരിഞ്ഞ് നന്നായിട്ട് അതും ഇട്ട് വഴറ്റി. ഇനിയിപ്പോൾ ഞാൻ മട്ടൺ ഇടാൻ പോവുകയാണ്. അപ്പം മട്ടണും ഇട്ട് അതിന് നന്നായിട്ട് വഴറ്റി ശരിക്കും നല്ലൊരു തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ ഞാൻ ലിഡിട്ട് പിന്നെ അടച്ചു വെക്കാൻ പോവാണ് വെയിറ്റ് ഇട്ടിട്ട്. അപ്പം ഇത് ശരിക്കും ഈ മട്ടൺ നല്ലൊരു മട്ടണാണ്. ഞാൻ ലുലുന്ന് വാങ്ങിച്ച് ഡയറക്റ്റ് കൊണ്ടുവന്ന് വാഷ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്താണ് അടുപ്പത്ത് വെച്ചത് ഈ ഒരു രീതി ചെയ്തിട്ട്. അപ്പോൾ അവിടെ മട്ടൺ കറി ക്യൂബ്സും ഉണ്ട്, ബിരിയാണി ക്യൂബ്സും ഉണ്ട്. അപ്പം നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വീണ്ടും നിങ്ങൾക്കത് കട്ട് ചെയ്യണമെങ്കിൽ പീസസ് ആക്കാമല്ലോ. ഇതിപ്പോൾ എനിക്ക് കണക്കിന് കിട്ടി. അപ്പം ഇത് നന്നായിട്ട് എളുപ്പമൊന്ന് ചെയ്യാനും പറ്റി, നല്ല മണവും നല്ല രുചിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളും ചെയ്യാത്തവർ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.